ഇന്നത്തെ വീഡിയോ ആവിയിൽ വേവിച്ച വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. അവലും പഴവും കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ സോഫ്റ്റ് ആണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഇതിനായി ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ഏത്തപ്പഴം ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇത് 3 മിനിറ്റോളം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ തീ ഈ ഒരു ടൈമിൽ മീഡിയം ടു ലോ ഫ്ലെയിം ആയിരിക്കണം. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഒരു 1/2 കപ്പ് തേങ്ങയാണ് കേട്ടോ. തേങ്ങ ചുരുകിയത് ഒരു 1/2 കപ്പും കൂടി ചേർത്ത് വീണ്ടും ഒരു 3 മിനിറ്റോളം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 3 മിനിറ്റോളം ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അവലാണ് ചേർത്ത് കൊടുത്തത്. ഇത് ഓൾറെഡി റോസ്റ്റഡ് അവലാണ് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. പൊടിച്ച അവൽ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു പഴവും തേങ്ങയുണ്ടല്ലോ, ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ ഒരു സെയിം പാൻ തന്നെ ചൂടാക്കാൻ വെക്കാം. ഇതിലേക്ക് 1 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര പെട്ടെന്ന് മെൽറ്റായി വരാൻ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റോളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു ശർക്കരപ്പാനി ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് ലൂസ് ആവേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാൾ കുറച്ചൊന്ന് ലൂസായി കിട്ടിയാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ കൂടുതൽ ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ പാൽ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തപ്പോൾ തന്നെ ആ ഒരു കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ. വേറെ പാലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇതിലേക്ക്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഒരു മൗൾഡിലേക്ക് മാറ്റാം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലുള്ള ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിലൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ബാറ്റർ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ണിയപ്പ ചട്ടിയിലോ അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആ ഒരു പാത്രത്തിലോ അങ്ങനെ ഏത് പാത്രത്തിലാണെങ്കിലും വെച്ചൊന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. 15-20 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അടച്ച് വെച്ച് 15 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ 15 മിനിറ്റിന് ശേഷം നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലായി പംകിൻ സീഡ് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് എന്തെങ്കിലും വെച്ചൊക്കെ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സൂപ്പർ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.